ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ പ്രവാചകന്മാരും മുർസലീങ്ങളും കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകനെ കൊണ്ട് ആദ്യമായിട്ട് വിശ്വസിച്ച ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ആദ്യമായിട്ട് വിശ്വസിച്ച സ്വഹാബിയാണ്. അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി അബൂബക്കർ. അല്ലാഹുവിന്റെ പ്രവാചകനെ പരിചയപ്പെടുത്തി അബൂബക്കർ. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ച സ്വഹാബിയാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ പ്രവാചകനെ പറഞ്ഞത് പൊട്ടൻ, ഭ്രാന്തനെന്നും ബുദ്ധിയില്ലാത്തവനെന്നും ഒക്കെ എല്ലാരും കളിയാക്കി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കുടുംബക്കാരോടും മദീനക്കാരോടും എല്ലാവരോടും പ്രബോധനം നടത്തിയപ്പോ ഇന്നലെ വരെ അല്ലമീൻ എന്ന് വിളിച്ചവൻ പിറ്റേ ദിവസം കള്ളാന്ന് വിളിക്കാൻ തുടങ്ങി, ഭ്രാന്തൻ എന്ന് പറയാൻ തുടങ്ങി. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കി പരിഹസിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി സ്വർഗവും നരകവും കാണാൻ പോയി. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത് ഇന്നലെ രാത്രി സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് ഇസ്റാഉം മിഅ്റാജും. ആ ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില സഹാബാക്കളോട് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ ഇസ്റാഉം മിഅ്റാജ് നടത്തിയ സംഭവമൊക്കെ പറഞ്ഞു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഇരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വഴി വെച്ച് കണ്ടപ്പോ ചില ആൾക്കാർ പറഞ്ഞു, സിദ്ദീഖേ, മുഹമ്മദ് പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നു, ഇന്നലെ രാത്രി കൊണ്ട് എവിടേക്കോ പോയിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ഭ്രാന്ത് പിടിച്ചു എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, മുത്തുനബി അങ്ങനെ പറഞ്ഞോ? ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. മുത്തുനബി അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എങ്കിൽ ഞാൻ വിശ്വസിച്ചു എന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഒരൊറ്റ പറച്ചിലേ പറഞ്ഞുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സംശയമില്ല, എനിക്ക് വിശ്വാസമാ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചു. ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചു. എന്നിട്ട് മറ്റേ ത്രാസിൽ എന്റെ അബൂബക്കറിന്റെ ഈമാൻ വെച്ചാൽ, എന്റെ പ്രിയമുള്ളവരെ, ഓരോ മഹാന്മാരുടെ ചരിത്രങ്ങളുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തൊരു ഈമാനാ പടച്ചവന്. അല്ലാഹുവേ, പടച്ചവനെ, മണിയറയിൽ നിന്ന് ഇറങ്ങിപ്പോയ സ്വഹാബത്തിന്റെ ചരിത്രമറിയാ. ചെറുപ്പക്കാരുകൾ അല്ലാഹുവേ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ട് ഇറങ്ങിപ്പോയവരുണ്ട്. പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ മുഖത്ത് ഉമ്മ കൊടുത്തിട്ട് രണാങ്കണത്തിൽ ഇറങ്ങിപ്പോയവരുണ്ട്. ഇങ്ങനെയുള്ള സ്വഹാബത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ അവരുടെ ഈമാനിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലോകത്തുള്ള സർവ്വ മുസ്ലിമിന്റെ ഈമാൻ എടുത്തിട്ടൊരു ത്രാസിൽ വെച്ചാൽ, മറ്റേ ത്രാസിൽ എന്റെ അബൂബക്കറിന്റെ ഈമാൻ വെച്ചാൽ നിങ്ങൾ സർവരും പരാജയപ്പെട്ടു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അബൂബക്കർ തങ്ങളുടെ ഈമാനിന്റെ മുന്നിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഈ ലോകത്തുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മനുഷ്യരും ആ സ്വഹാബിയുടെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് വെറുതെ പറഞ്ഞതല്ല. ആ അബൂബക്കറിന്റെ ഈമാൻ എങ്ങനെയായിരുന്നു? ആ അബൂബക്കർ തങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു? ആ അബൂബക്കർ ജീവിച്ചത് ആർക്ക് വേണ്ടി എന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വർഗത്തെക്കുറിച്ച് പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. അവിടുന്ന് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ് ദുഇയ മിൻ അബ്വാബിൽ ജന്നാ.
അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വർഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് സ്വർഗത്തെ കുറിച്ച് തന്റെ സ്വഹാബത്തിനോട് പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തില് രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നവരുണ്ടല്ലോ. സ്വർണവും വെള്ളിയും അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്നവരുണ്ടല്ലോ. അവരെ സ്വർഗത്തിന്റെ 8 കവാടവും അവരെ നാളെ സ്വീകരിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിന് ഒരുപാട് കവാടങ്ങളുണ്ട്. നമസ്കരിക്കുന്നവന് പോകാൻ, 5 നേരം നിസ്കരിച്ചവന് കടന്നു പോകാൻ സ്വർഗത്തിലൊരു കവാടമുണ്ട്. സദഖ കൊടുത്തവന് പോകാൻ സ്വർഗത്തിലൊരു കവാടമുണ്ട്. നോമ്പ് പിടിച്ചവന് കടന്നു പോകാൻ സ്വർഗത്തിലൊരു കവാടമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജ് ചെയ്തവന് പോകാൻ, ഇങ്ങനെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഓരോ നന്മകൾ ചെയ്തവർക്ക് പ്രത്യേകമായിട്ട് അല്ലാഹു ചില കവാടങ്ങൾ വെച്ചിട്ടുണ്ട്. അവര് നാളെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അവരെ സ്വർഗത്തിന്റെ കവാടം ഇങ്ങനെ മാടി വിളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, സ്വർഗത്തിന്റെ കവാടത്തില് ഓരോ കവാടങ്ങളിലും ഓരോ വിഭാഗങ്ങളാണ് കടന്നു പോകുന്നത്. അത് ഇന്ന ഇന്ന നല്ല കാര്യം ചെയ്യുന്നവർക്കാണെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ 8 കവാടവും മാടി വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നബിയേ? സ്വർഗത്തിന്റെ 8 കവാടം. നിസ്കരിച്ചവന് പോകാൻ ഒരു കവാടം, നോമ്പ് പിടിച്ചവന് പോകാൻ ഒരു കവാടം, മാതാപിതാക്കളെ സ്നേഹിച്ചവന് പോകാൻ ഒരു കവാടം. റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? മുത്തുനബി പറഞ്ഞു, നമ്മുടെ വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം ആരുടെ കാൽച്ചുവട്ടിലാ കിടക്കണേ? ആരുടെ? ഉമ്മ. അപ്പൊ ഉമ്മയ്ക്ക് മാത്രമേ വിലയുള്ളൂല്ലേ? സ്വർഗം കിടക്കുന്നത് ഉമ്മാടെ കാൽച്ചുവട്ടിൽ. എങ്കിൽ ആ സ്വർഗത്തിൽ കയറാനുള്ള നടുക്കത്തെ വാതിലേതാ? അത് നമ്മുടെ വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 2 പേരുടെ പൊരുത്തമുണ്ടെങ്കിലേ പോകാൻ പറ്റൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മരണപ്പെട്ടു പോയ വാപ്പാടെ കബറിടം, മാതാപിതാക്കളുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസും അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ ഇത് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയേ, ആർക്കെങ്കിലും ഈ 8 കവാടങ്ങളിലൂടെ കയറിപ്പോകാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതെല്ലാ കാര്യങ്ങളും ചെയ്താൽ സ്വർഗത്തിന്റെ 8 കവാടവും അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്. അതാ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, യാ അബ്ദല്ലാഹ് ഹാദൽ ഖൈർ. നാളെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും വിളിക്കുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ 8 കവാടവും വിളിക്കുകയാണ്. യാ അബ്ദല്ലാഹ്, അള്ളാന്റെ അടിമേ, എന്നിലൂടെ കേറിപ്പോ, എന്നിലൂടെ കേറിപ്പോ. എല്ലാ കവാടവും ഒരുമിച്ച് വിളിക്കുകയാണ്. അങ്ങനെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി അവിടെന്ന് പറഞ്ഞു, നഅം, അബൂബക്കറെ, അങ്ങനെ കടന്നു പോകുന്നവരുണ്ട്. എന്നിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, വഅർജു അൻ തകൂന മിൻകും. അബൂബക്കറെ, അങ്ങനെ സ്വർഗത്തിന്റെ 8 കവാടവും വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉണ്ടായിരിക്കാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ തങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. എന്ത് കാര്യത്തിനും മുൻപന്തിയിൽ, ഏത് കാര്യം പറഞ്ഞാലും ഒന്നാമനായിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു